വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഡീകോഡിംഗ് സീരീസ് ഇപ്പോൾ പാർട്ട് 1, 2, 3 അപ് ടു 7 വരെ ഏകദേശം എത്തി. നമ്മളിത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്കൊരു ട്രേഡിംഗ് മോഡൽ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മുടെ ട്രേഡിങ്ങിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രൈസ് ബിഹേവിയർ ഓർ ദ കറക്ഷണൽ ബിഹേവിയർ എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ അതിനൊപ്പം എൻട്രി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളൊരു പാരലൽ ലൈൻ നമ്മൾ ഡ്രോ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ റൈസിങ് ട്രെൻഡ് അല്ലേ. ഇതൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമുക്കാർക്കും ഡൗട്ടില്ല മാർക്കറ്റ് ഹൈലി ബുള്ളിഷ് ആണെന്നുള്ളത്. അപ്പോൾ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലോ അല്ലെങ്കിൽ സ്ട്രോങ് ലോ, വീക്ക് ലോ, ഇൻ്റർമീഡിയറ്റ് ലോ ഇത് ഏതാണെന്ന് നമുക്ക് ഈ സ്ട്രക്ചറിൽ തന്നെ അറിയാൻ പറ്റണം. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ്. ഇതെവിടെയാണ്? ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ദിസ് ലോ ആണ് ഇവിടെ നമുക്ക് ഈ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ എന്ന് നമ്മൾ പറയുന്നത്. ബിക്കോസ് ഇവിടെ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലോ ആണ്. വേറെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ, അതായത് ഈ ഒരു ഡൈനാമിക്സിൽ നോക്കുമ്പോൾ ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇതിനകത്ത് പിന്നീട് വന്നേച്ച് സബ്സിക്വൻ്റ് ഹൈ ലോയും എല്ലാം ക്രിയേറ്റ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലോ എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിറ്റിഗേഷണൽ മൂവ് ഇവിടെ വന്നിട്ടുമുണ്ട്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു വീക്ക് ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിന് അങ്ങനത്തെ കറക്റ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ഒന്നുമില്ല. വേറെ നമ്മൾ നോക്കുന്നത് ഒരു സ്ട്രോങ് ലോയും ഒരു വീക്ക് ലോയും ഫോം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ട്രേഡിങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചൊന്നുമില്ലല്ലോ. ഗെറ്റ് എ പോർഷൻ ഓഫ് ഒരു ട്രേഡ് സെറ്റപ്പിൽ നമ്മൾ കയറുന്നു, ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നു. ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ മൂവ്മെൻറ്റ് ഇവിടെ വരെ കൺസിഡർ ചെയ്യുമ്പം ഒരു 50% കറക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്ട്രോങ് ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഈ ഒരു സ്ട്രക്ചറിൽ നോക്കുമ്പോൾ ഇതും നമ്മളെ സംബന്ധിച്ചൊരു സ്ട്രോങ് ലോ ആണ്, ഇത് നമ്മളെ സംബന്ധിച്ചൊരു സ്ട്രോങ് ലോ ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഒരു ഡിക്ലൈനിങ് ട്രെൻഡിൽ വന്നതിന് ശേഷം ഇവിടെ പ്രൈസ് വരുന്നതുകൊണ്ട് നമ്മളിതിനെ വീക്ക് ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പം വീക്ക് ലോ വരുമ്പം നമുക്ക് ഈ വീക്ക് ലോയും സ്ട്രോങ് ലോയും അതിൻ്റെ ഏരിയയിൽ പ്രൈസ് വരുമ്പം അതിൻ്റെ റിയാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ ഫോം ചെയ്തിട്ട് എൻട്രി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്. സോ വെദർ ഇറ്റ് ഈസ് വീക്ക് ലോ ഓർ സ്ട്രോങ് ലോ, മേജർ ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി അലേർട്ട് ആയിട്ടിരിക്കുക. സോ ഇപ്പോൾ ഇതിന് താഴെ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത് പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം 1 അവറിൻ്റെ ചാർട്ടിൽ എന്നിട്ട് പ്രൈസ് വീണ്ടും മേളിലേക്ക് വന്നതിന് ശേഷം ബെയറിഷ് ഓർഡർ ഫ്ലോ ആയിട്ട് ജോയിൻ ചെയ്ത് വീണ്ടും പ്രൈസ് താഴേക്ക് വരും. സോ മേജർ ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കാം. വേറെ നമ്മുടെ ട്രേഡിംഗ് റേഞ്ചിൽ നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വീക്ക് ലോ ഓർ സ്ട്രോങ് ലോ, ഈവൻ ദർ ഇസ് എ കൺഫ്യൂഷൻ, യു ഡോണ്ട് വറി. നമ്മൾക്ക് ഒരു ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു ബൈ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു 50 പോയിന്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു 100 പോയിന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ദിസ് ഈസ് ഓൺലി അവർ കൺസെപ്റ്റ്. സോ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യേണ്ട കാര്യമില്ല. വേറെ വീക്ക് ലോ ഓർ സ്ട്രോങ് ലോ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പാർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. സോ ഇപ്പം നമ്മളുടെ സ്ട്രക്ചറൽ സെറ്റപ്പ് പ്രകാരം ദിസ് ഈസ് എ വീക്ക് ലോ ഓർ ദിസ് ഈസ് എ സ്ട്രോങ് ലോ. ഇതിന് മുകളിലാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ട്രെൻഡ് ഈസ് ബുള്ളിഷ്, ഡൗട്ടില്ലല്ലോ. സോ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബൈ ആൻഡ് സെൽ ആയിരിക്കണം. അതാണ് അതിനകത്തെ കാര്യം. എപ്പോഴും നമ്മൾ നോക്കിക്കാണുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബൈ ആൻഡ് സെൽ ആയിരിക്കണം. പക്ഷേ നമ്മൾ കൗണ്ടർ ട്രേഡ് ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ എങ്ങനെ നമ്മളത് ചെയ്യും, അതിനാണ് നമ്മൾ പോകുന്നത്. കൗണ്ടർ ട്രേഡിങ് ചെയ്യും, ബൈ ആൻഡ് സെല്ലും ചെയ്യും, സെൽ ആൻഡ് ബൈ ചെയ്യും, എല്ലാം ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നമ്മളിവിടെ 15 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് ബാങ്ക് നിഫ്റ്റിയെ കൊണ്ടുവരുമ്പോഴത്തേന് ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു പ്രൈസ് ആക്ഷൻ വരുവാണ്. ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ വരുവാണ്. ഇങ്ങനെ വന്നു പ്രൈസ് ആക്ഷൻ, ഇതിന് ശേഷം ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 50% കറക്ഷൻ ആയല്ലോ. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു. പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി വീണ്ടും പ്രൈസ് വരുമ്പം എത്രമാത്രം ഹൈ പോകുന്നു, അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുമ്പം 50% പിന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുന്നു, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്. മിറ്റിഗേറ്റ് ചെയ്യാൻ വരുന്നില്ലെങ്കിൽ ഈ ബ്ലോക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നു. ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാൻ സപ്പോസ് ഈ മൂവ്മെൻറ്റ് വന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും പ്രൈസിൻ്റെ ആക്ഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഒരു സ്ട്രക്ചർ ഇതാണല്ലോ ബേസ് സ്ട്രക്ചർ, അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോട്ടെ, എത്ര വേണമെങ്കിലും മുകളിലേക്ക് പോട്ടെ, പക്ഷേ പ്രൈസ് താഴോട്ട് വന്ന് മിറ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. മിറ്റിഗേറ്റ് ചെയ്യാത്ത ഏരിയാസ് അവിടെ കാണുമല്ലോ. മിറ്റിഗേറ്റ് ചെയ്യാത്ത ഏരിയ ആണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. പ്രൈസിൻ്റെ സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ
ആ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഏരിയയിലാണ് നമ്മളുടെ ഇംബാലൻസ് ഓർ എന്തെങ്കിലും ആയിട്ടുള്ള ഏരിയാസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മളവിടെ ഓർഡർ ബ്ലോക്ക്, ഇംബാലൻസ്, അങ്ങനത്തെ കൺസെപ്റ്റുകളെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലാണ് കൂടുതൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടുന്നത് എന്ന് പറയുന്നത്. സോ സ്റ്റിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. സോ നമ്മളിനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് പ്രോസസ് മാപ്പിംഗ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ മാപ്പിംഗ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. സോ ഇവിടെ നമ്മളൊരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തു ഇവിടെ അല്ലേ, ഇവിടെ ഒരു വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതൊരു 50% കറക്ഷൻ വന്നില്ല, ഈ മൂവ്മെൻറ്റിൽ 50% കറക്ഷൻ വന്നിട്ടില്ല. സോ ഇറ്റ്സ് എ വീക്ക് ലോ, സിമ്പിൾ. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ കംപ്ലീറ്റ് ലെഗിൽ നമുക്ക് ഇവിടെ കറക്ഷൻ വരാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഷിഫ്റ്റിന് ഒരു 50% കറക്ഷൻ വരണം എന്നുള്ളതാണ് നമ്മളുടെ കണ്ടീഷൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ ഫിബിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് 50% കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 50% കറക്ഷൻ വന്നു. സോ ഇറ്റ് ബിക്കം എ സ്ട്രോങ് ലോ. ഇത് 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ എടുത്ത് അനലൈസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏത് ദിവസത്തെ 21 ഡിസംബർ തൊട്ട് മുന്നോട്ടുള്ള ചാർട്ടിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 50% കറക്ഷണൽ മൂവ് വന്നു. സോ 50% കറക്ഷണൽ മൂവ് വന്നതിന് ശേഷം ഇവിടെ മാർക്കറ്റ് കറക്ഷണൽ മൂവ് വരുമ്പോഴത്തേനും എ ലോ ഇസ് ക്രിയേറ്റഡ് അല്ലേ, ഇവിടെ വന്നു. അതിനുശേഷം ഒരു ഹൈ ഇസ് ക്രിയേറ്റഡ് അല്ലേ, നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതിനുശേഷം എഗെയിൻ എ ലോ ഇസ് ക്രിയേറ്റഡ്. സോ ഈ ഹൈ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് മാർക്കറ്റ് പിന്നെ മുകളിലേക്കാണ് കയറി പോകുന്നത്. സോ ഇതാണ് നമ്മളുടെ അടുത്ത ബ്രേക്ക് എന്ന് പറയുന്നത്, സ്ട്രക്ചറിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് അടുത്ത ഇതാണ്. അപ്പം അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നേരെ മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് പോകുന്നു. സോ ഇവിടെ ഒരു കറക്ഷണൽ മൂവ് വരുന്നില്ല. സോ ഈ ഹൈയും ഈ ലോയും, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശ്രദ്ധിച്ച് കേട്ടണം. അതായത് ഈ ഹൈയും ഈ ലോയും ആക്ച്വലി മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ ഇറങ്ങി വരണമായിരുന്നു. അത് വന്നോ? ഇല്ല. സോ അത് കുഴപ്പമില്ല, പോകട്ടെ. അപ്പം ഈ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? അൺമിറ്റിഗേറ്റഡ് ഏരിയ ആയിട്ട് നമ്മൾ കാണും ഇവിടെ അല്ലേ, അൺമിറ്റിഗേറ്റഡ് ഏരിയ. ഞാൻ ടൈപ്പ് ചെയ്ത സമയം വന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ നമുക്ക്, കാരണം ഇതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇതൊരു ലോ ക്രിയേറ്റ് ചെയ്തു, ഈ കറക്ഷണൽ മൂവ് വന്നതിന് ശേഷം, ബിക്കോസ് ഇവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ മൂവ് അപ്വേർഡ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ടായതിനു ശേഷമാണ് മാർക്കറ്റ് പോകുന്നത്. അതിനുശേഷമാണ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് തോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് തോട്ട്, എനിത്തിങ് ഹാപ്പൻസ് ഓൺ എ അപ് ട്രെൻഡിങ് ജേണി, ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോഴത്തേനും 50% കറക്ഷണൽ മൂവ് ഓൺ ദ മെയിൻ ലെഗ്, സ്വിംഗ് സ്ട്രക്ചറിൻ്റെ മെയിൻ ലെഗിൽ നടക്കുന്നു. സോ നമ്മൾ നോക്കുന്നത് 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലാണ്, 1 അവറിൻ്റെതല്ല. 1 അവറിൻ്റെത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം മൊമെൻറ്റം ഹാപ്പൻ ചെയ്യുന്നത് ടൈമിൻ്റെ ഫ്രാക്ടൽസിനകത്തായതുകൊണ്ട് 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ വേറെ സ്ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോകുന്നു, അവിടെ നമ്മൾ എൻട്രി ഫോം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. സോ ഇവിടെ വന്നു കഴിഞ്ഞ് 50% ഈ മൂവ്മെൻറ്റിൽ നടന്നു. അതിനുശേഷം സെക്കൻഡ് ലൈൻ ഓഫ് എൻട്രിയിൽ ഇവിടെ വരുമ്പോഴത്തേനും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോകുമ്പം ഈ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നില്ല. സോ ഇവിടെ താഴേക്ക് വരാത്തടത്തോളം കാലം ദിസ് ഏരിയ ഈസ് കൺസിഡേർഡ് ടു ബി ആൻ അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ അൺമിറ്റിഗേറ്റഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്ത് വെക്കുന്നു. സോ നമ്മൾ ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ടോ? സോ പ്ലസ് ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് ഏരിയയും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സോ ഇംബാലൻസ് ബാർ അൺമിറ്റിഗേറ്റഡ് ഏരിയ, ഈ ഏരിയ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവിടെ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ. സോ അതവിടെ കിടക്കണം. മാർക്കറ്റ് പിന്നെയും മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ടു ഈ ഏരിയ അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. സോ നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് പോയിന്റ് ഓഫ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ, ഈ സ്വിംഗ് സ്ട്രക്ചറിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അടുത്ത കറക്ഷണൽ മൂവ് വരേണ്ടത്. സോ ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ 50% കറക്ഷൻ നടന്നോ ഇല്ലയോ? 50% കറക്ഷൻ നടന്നു. ഈവൻ അതിൻ്റെ ബിലോ ഇത് ടാപ്പ് ചെയ്തു പ്രൈസ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇത്രയും ഏരിയ നമ്മളെ സംബന്ധിച്ച് കവർ ചെയ്യപ്പെട്ടു, 50% കവർ ചെയ്യപ്പെട്ടു. സോ ഇനി നെക്സ്റ്റ് നോക്കുന്നത്, സോ നമ്മുടെ അടുത്ത ലെഗ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇനി ഇവിടം വരെയുള്ള 50% കറക്ഷണൽ മൂവ് നടന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നു, അടുത്ത കറക്ഷണൽ മൂവ് നടക്കുന്നു. സോ അടുത്ത കറക്ഷണൽ മൂവ് നടക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മളുടെ ഇവിടുന്ന് മാർക്കറ്റ് കറക്ഷണൽ മൂവ് നടത്തിയതിന് ശേഷം ഇതിൻ്റെ ഹൈ കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് വരയ്ക്കാം. ഇവിടം വരെ ഈ ഹൈ വരെ വന്നു ഇവിടെ അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇത്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് 2 സെനാരിയോ ഉണ്ട്. ഒന്ന് കൺഫ്യൂസിങ് സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് നമ്മൾ നോക്കും ഈ വിക്സ് കൺസിഡർ ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ നോക്കും. ഒന്ന്. രണ്ടാമത്തെ കേസ്
വിക്സ് ഇല്ലാതെ നമുക്ക് ബോഡി ടു ബോഡി ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഈ 2 സെനാരിയോയിലും നമ്മൾ നോക്കുമ്പം ഏത് സെനാരിയോയിലാണ് നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി തരുന്നതെന്ന് നോക്കാം. ബിക്കോസ് വിക്സ് നമുക്ക് മോസ്റ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. സോ വിക്സ് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി. അതുകൊണ്ടാണ് വിക്സ് മുകളിലോട്ട് പോകുന്നതിൻ്റെ കാര്യം. സോ വിക്സ് ഇല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഈ ബോഡി ലെവലിൽ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? കാണാലോ അല്ലേ? കറക്റ്റായിട്ട്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ബോഡി ലെവൽ വന്നിരിക്കുന്ന ഇതാണ്. എക്സാക്ട്ലി 50% കറക്ഷണൽ മൂവ് വന്നോ ഇല്ലയോ? കറക്ഷണൽ മൂവ് വന്നു. സോ ദിസ് ഈസ് ട്രീറ്റഡ് ടു ബി ആൻ ഇൻ്റർമീഡിയറ്റ് ലോ അല്ലേ? അപ്പോൾ ഇതും നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻ്റർമീഡിയറ്റ് ലോ ആണ്, ഒരു വീക്ക് ലോ സ്ട്രക്ചറിലാണ് അവിടെ നിൽക്കുന്നത്. ബിക്കോസ് ഒരു കൺസിഡറബിൾ 50% കറക്ഷൻ നടന്നിരിക്കുകയാണ്. സോ സ്റ്റിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏത് സൈഡിലേക്കാണ്? ബുള്ളിഷ് സൈഡിലേക്കാണ്. അത് മറക്കരുത്. ബിക്കോസ് 1 hour ചാർട്ടിൽ നമ്മൾ 1 hour ചാർട്ടിൽ നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം 1 hour ഈസ് എ ബുള്ളിഷ്. അപ്പോൾ മാർക്കറ്റിൻ്റെ സൈഡ് എപ്പോഴും ബുള്ളിഷ് സൈഡിലേക്ക് തന്നെയാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ 50% കറക്ഷണൽ മൂവ് നടന്നു. സോ ഇതും മാറിയിരിക്കട്ടെ. അതിനുശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടം വരെ കഴിഞ്ഞല്ലോ. ഇവിടം വരെ നമുക്ക് മൂവ്മെൻറ്റ് കഴിഞ്ഞു. സോ ഈ മൂവ്മെൻറ്റിൽ അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ പിന്നീട് മാർക്കറ്റ് നമുക്കിവിടെ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് വരാം. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി, നമ്മൾ വിട്ടു. പക്ഷേ ഇവിടെ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേനും മാർക്കറ്റ് അതിനുശേഷം ഈ ഹൈ ബ്രേക്ക് ആയോ? ഇല്ല. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ് അല്ലേ? ഇത് നമ്മളെ സംബന്ധിച്ചൊരു വീക്ക് ലോ. നമ്മുടെ സ്വിംഗ് സ്ട്രക്ചർ പ്രകാരം ഇതൊരു വീക്ക് ലോയും ഇതൊരു സ്ട്രോങ് ലോയും ആണ് സ്വിംഗ് സ്ട്രക്ചർ പ്രകാരം. വേറാസ് നമുക്ക് ഈ ലെഗാണ് ദിസ് ലെഗ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ദിസ് ഹൈ അല്ലേ? ഈ ഒരു ലോ ആണല്ലോ ഇവിടെ ഈ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റ് അതിന് ശേഷം താഴേക്ക് വരുന്നു. സോ എല്ലാ താഴേക്ക് വരുന്ന കറക്ഷണൽ മൂവ്മെൻറ്റിലും ഇവിടെ വരുമ്പോഴത്തേന് ഇവിടുന്ന് ആദ്യം മാർക്കറ്റ് ഇവിടെ വന്നു, താഴെ വന്നു. സോ ഇവിടെ ഒരു ലോ ക്രിയേറ്റ്. അതിനുശേഷം മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ഇങ്ങോട്ട് പോയി, മുകളിലേക്ക് പോയി. സോ ആ പ്രൈസ് ആക്ഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഈവൻ 50% കറക്ഷൻ ഇവിടെ അതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തോ ഇല്ലയോ? പ്രൈസ് ടാപ്പ് ചെയ്തു. ഈ ഒരു മൂവ്മെൻറ്റിൽ പോലും 50% കറക്ഷണൽ മൂവ് ടാപ്പ് ചെയ്തു. അതിനുശേഷം പ്രൈസ് നേരെ താഴേക്ക് വരുന്നു. സോ ഇവിടെ പ്രൈസ് താഴേക്ക് വരുമ്പോഴത്തേനും എന്താണ്? ഇവിടെ ഹൈ വന്നു. അതിനുശേഷം പ്രൈസ് നേരെ താഴേക്ക് വരുന്നു. താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെയാണ് പിന്നെ ഇവിടെ ഒരു ഷിഫ്റ്റ് നടക്കുന്നത്. സോ അവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 50% കറക്ഷൻ ഈ ഒരു ലോ ലെവലിൽ നടന്നോ ഇല്ലയോ? സോ ദിസ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ അൺമിറ്റിഗേറ്റഡ് ഏരിയ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ച് മിറ്റിഗേഷൻ നടന്നിട്ടില്ല. ഈ ഒരു മൂവ്മെൻറ്റിൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 50% നടന്നിട്ടില്ല. സോ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ മാർക്കറ്റ് മേ ബി ഓർ മേ നോട്ട് ബി, ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ്. അപ്പോൾ മേ ബി ഓർ മേ നോട്ട് ബി, മുകളിൽ പോയി ടാപ്പ് ചെയ്യാതിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മളുടെ എൻട്രി ഏരിയയിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് വരുമ്പോഴത്തേനും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. മാർക്കറ്റ് എന്താണ്? ബുള്ളിഷാണ്, ഹൈലി ബുള്ളിഷ് സെറ്റപ്പാണ്. ബിക്കോസ് സ്വിംഗ് സ്ട്രക്ചർ എല്ലാം കാണിക്കുന്നതെല്ലാം ഇതാണ്, ഹൈലി ബുള്ളിഷ് സ്ട്രക്ചറാണ്. ഇവിടെ വരെ എത്തിയുള്ളതെന്ന് ഓർക്കാം നമ്മൾ മാർക്കറ്റ്. അപ്പം ബുള്ളിഷ് സൈഡിലേക്ക് തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും നമ്മൾ ഒരു പുൾ ബാക്കിൻ്റെ ക്ലാസ് നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? കുറേ അധികം ക്ലാസ് പുൾ ബാക്ക് 2, 3, 4 ഇതുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. പുൾ ബാക്കിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുൾ ബാക്കിനകത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതിനകത്ത് മാർക്കറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മിങ്കിൾ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കോൺഫ്ലുവൻസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ കാണേണ്ടതായിട്ടുള്ള ചില കോൺഫ്ലുവൻസ് ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രിക്ക് ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിന് തെറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. നമ്മൾ പല കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മളുടെ തിങ്കിങ് പ്രോസസ്സ് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണമല്ലോ നമ്മളുടെ ലോജിക്കലി നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം പുൾ ബാക്കിൻ്റെ സിനാരിയോയിൽ പുൾ ബാക്കിൻ്റെ വീഡിയോ 1 തൊട്ട് 6 വരെയും കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്ത് ടൈപ്പ് ഓഫ് പുൾ ബാക്കാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഓൺ എ കൺസിസ്റ്റൻറ്റ് ഡൗൺ ട്രെൻഡ് ഓൺ എ 50 മിനിറ്റ്സ് സ്ട്രക്ചറിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു പുൾ ബാക്ക് ആണല്ലോ, ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണല്ലോ. നെക്സ്റ്റ് അതിനുശേഷം താഴേക്ക് വന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും 3 ക്യാൻഡിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പ്രൈസ് ആക്ഷൻ മുകളിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു പുൾ ബാക്ക് വരുന്നുണ്ടല്ലോ. സോ ഇവിടെ നമ്മൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 141 പോയിന്റ് ഇവിടെ കയറിയിട്ടുണ്ടല്ലോ. ക്യാൻഡിൽ കാണുമ്പോൾ ചെറുതാണ്, പക്ഷേ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു 141 പോയിന്റ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടല്ലോ. 3 ക്യാൻഡിൽ പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ നമ്മൾ നോക്കണം. സോ 2 പുൾ ബാക്ക് ഉണ്ട്. സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. താഴേക്ക് പോയതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മാർക്കറ്റ് ഇനി അടുത്ത
ഇതിന് വരുമ്പോഴത്തേനും ഈ 2 പുൾ ബാക്ക് ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്കറിയത്തില്ല, ഈ പോർഷൻ നമ്മളെ സംബന്ധിച്ച് അറിയത്തില്ല. ഇതുണ്ടോ, ഈ പോർഷൻ നമ്മളെ സംബന്ധിച്ച് അറിയത്തില്ല. അപ്പം നമ്മൾ ഇവിടെ മാർക്കറ്റ് ഇങ്ങോട്ട് വരുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കുന്ന ഈ ചാർട്ട് ഇവിടെ ഫോം ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ 2 പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി കിടപ്പുണ്ട്. ഓൾസോ വൺ മോർ പോയിന്റ്. എന്താണ് ആ പോയിന്റ്? മറന്നുപോയോ? നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വന്ന കാര്യം. അതായത് ഇവിടുന്ന് ഈ സ്ട്രക്ചർ ബോട്ടം ലൈൻ ടാപ്പ് ചെയ്തപ്പം, ബോട്ടം ലൈൻ ഇവിടെ ടാപ്പ് ചെയ്തപ്പം ഇത് വന്നില്ല. അതിനുശേഷം പ്രൈസ് നേരെ താഴേക്ക് പോയിരുന്നു അല്ലേ, ഇവിടെ. അപ്പോൾ ഇവിടെ താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ പ്രൈസ് ഇവിടെ ഇവിടുന്ന് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കും. ഇവിടുന്ന് താഴേക്ക് വരുന്നു, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഇത് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് റിട്രേസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇത് 38% ഇല്ല, 38% ബിലോയേ ഉള്ളൂ. ഈ മൂവ്മെൻറ്റ് നമ്മൾ ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലേ, ഈ രണ്ടിലേക്ക്. പക്ഷേ അതിനുശേഷം വീണ്ടും 38% ഉള്ളതുകൊണ്ട് നമ്മളുടെ ഈ കൺസെപ്ച്വൽ തിയറി പ്രകാരം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവിടെ ഇതൊരു അൺമിറ്റിഗേറ്റഡ് ഏരിയ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുവാണ്. കാരണം ഇവിടെ പ്രൈസ് 50% ആയാലും വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മിറ്റിഗേഷൻ അവിടെ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇവിടുത്തെ സ്മോൾ ലെഗിൽ പോലും ഇവിടെ പ്രൈസിൻ്റെ ആക്ഷൻ എല്ലാ കറക്ഷണൽ മൂവിലും ഈവൻ ഇവിടെ ആണെങ്കിൽ പോലും, സോ ഈ ഹൈയും ഈ ലോയും കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് പ്രൈസ് മോളിൽ വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടോ 50%. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തിരിച്ച് കയറി വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ആ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് വാല്യുവേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രൈസിങ് സ്ട്രക്ചർ, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രൈസ് മൂവ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ 50% കറക്ഷണൽ മൂവ്മെൻറ്റിൽ ഇവിടെ മാർക്കറ്റ് വന്നോ ഇല്ലയോ? ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ കാണേണ്ടതായിട്ടുള്ള സ്ട്രക്ചർ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 പുൾ ബാക്ക് ഏരിയ ഉണ്ട്. സോ നമ്മളുടെ ഇവിടുത്തെ സെറ്റപ്പ് പ്രകാരം ഈ പുൾ ബാക്കിൻ്റെ ഏരിയയിൽ തന്നെയാണോ നമ്മളുടെ ഏരിയ ഓഫ് പ്രൈസിൻ്റെ ആക്ഷനിൽ 50% കിടക്കുന്ന അവിടെയാണോ? അപ്പോൾ പ്രൈസ് ഇവിടുന്ന് ഒരു സബ്സ്റ്റാൻഷ്യൽ മൂവ്മെൻറ്റ് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈസ് ഇവിടുന്ന് ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ മൂവ്മെൻറ്റ് മുകളിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ലോയ. അതിനുശേഷം ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് കയറി വരിക. അപ്പോൾ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് എ മിറ്റിഗേഷണൽ മൂവ് comparing to the structure, number 1. Number 2, there are 2 valid pullbacks area. One is a 3 candle strong pullback and in a 15 minutes a simple style of pullback, this one. മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേനും വാട്ട് യു ഷുഡ് തിങ്ക്, ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിംഗ്. ഒരു പുട്ട് ഓപ്ഷൻ പിടിക്കുക, താഴോട്ട് പോവുക, അതാണ് നമ്മുടെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ വാട്ട് യു ഷുഡ് ലുക്ക് ഫോർ, ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു ബോക്സ് വരച്ചിട്ടിരിക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ 1 minute സ്ട്രക്ചർ, ആ ബോക്സ് വരച്ചിട്ടിരിക്കുന്ന ഏരിയയിലേക്ക്. ഇവിടെ നമ്മൾ ബോക്സ് വരച്ചിട്ടിരിക്കുന്ന ഏരിയയിൽ വരുവാണ്. ബോക്സ് വരച്ചിട്ടിരിക്കുന്ന ഏരിയ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ 50% നമ്മൾ ബോക്സ് വരച്ചിരിക്കുന്ന ഏരിയ. സോ ഇവിടെ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഇത് ബോട്ടം ലൈൻ എന്താണിത്? ഇത് പുൾ ബാക്ക് ഏരിയ ആണ്. നമ്മളിവിടെ വരച്ചിരിക്കുന്നത് ഇത് 50%. സെക്കൻഡ് വൺ ഇത് നമ്മൾ 1 minute സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 15 minute ക്യാൻഡിൽ ഓരോ മിനിറ്റിൻ്റെ ആക്കിയിട്ട് 15 minute ക്യാൻഡിൽസ് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പല ക്യാൻഡിൽസ് വരുന്നത്. കാരണം 1 minute വരുമ്പോൾ അത്രയും 15 minute ക്യാൻഡിൽ 15 ക്യാൻഡിൽ വരും. അങ്ങനെ 3-4 ക്യാൻഡിൽ അവിടെയുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ക്യാൻഡിൽസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലെവൽ ഓഫ് പുൾ ബാക്ക്, ദിസ് ഈസ് ദ സെക്കൻഡ് ലെവൽ ഓഫ് പുൾ ബാക്ക് ആൻഡ് ദിസ് ഈസ് എ 50% ഏരിയ ദാറ്റ് ഷുഡ് ബി മിറ്റിഗേറ്റഡ്. അതാണല്ലോ കൺസെപ്റ്റ്. സോ ഇവിടെ വരുമ്പോഴത്തേനും മാർക്കറ്റ് അതിനുശേഷം താഴെ വന്നതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് കയറി വരുവാണ്. കയറി വരുമ്പോഴത്തേനും ഈ ഒരു മൊമെൻറ്റം കാണുമ്പോഴത്തേനും നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വറീഡ് ആവും. സോ ഇത് എന്തൊരു മൊമെൻറ്റത്തിലാണ് പ്രൈസ് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നതെന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ 2 കോൺഫ്ലുവൻസിങ് ഏരിയ ഉണ്ട്. ആ കോൺഫ്ലുവൻസിങ് ഏരിയയിൽ ഈ ബുള്ളിഷ് മാർക്കറ്റിൽ ഹൗ ടു ടേക്ക് എ ട്രേഡ് ഫോർ ഓൺ ദ ഷോർട്ട് സൈഡ്, അതാണ് നമ്മുടെ ചാനൽ. ദാറ്റ് ഇസ് കോൾഡ് സ്നിപ്പർ ഷോർട്ട് എൻട്രി ആൻഡ് യു ആർ വാച്ചിങ് എന്താണ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഇതിൽ കൂടെ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, പറഞ്ഞു കൊടുക്കുള്ളൂ, ആർക്കും അറിയത്തില്ല, നമുക്ക് മാത്രം അറിയത്തില്ല. അപ്പോൾ യു ആർ ഓൾ ലക്കി ദാറ്റ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. ഓക്കെ, നൗ ലെറ്റ്സ് കണ്ടിന്യൂ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് പറ്റി? ഈ പുൾ ബാക്ക് ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേനും ദിസ് വാസ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പുൾ ബാക്ക് അല്ലേ, ഇവിടെ ഹയസ്റ്റ് പോയിന്റ് പുൾ ബാക്ക്. അവിടെ കയറി ടാപ്പ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ദ പ്രൈസ് ആക്ഷൻ എന്താണ്? ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വെൻ ഡൗൺ അല്ലേ. ഇവിടെ പ്രൈസ് താഴേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വറീഡായി. ഓക്കെ, ഇതെന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. സോ വി വിൽ സിംഗ് അവർ സോങ്. ഇതാണ് ഇവിടുത്തെ കറക്ഷൻ. സോ നമ്മൾ എന്താണ് സോങ് സിംഗ് ചെയ്യാൻ പോകുന്നത്? സോ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു. ദിസ് ക്യാൻഡിൽ ഈസ് ബീങ് ടേക്കൻ ദ ലോ ഓഫ് ദിസ് ക്യാൻഡിൽ അല്ലേ. ഇവിടെ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ എടുത്തു. സോ ഇവിടെ നിന്ന് നമ്മൾ വരുമ്പോഴത്തേനും
ഇവിടെ വരുമ്പോഴത്തേനും ഇതൊരു ഹൈ ആയിരുന്നു. ഈ ലോ എടുത്തുകൊണ്ട് ഈ ക്യാൻഡിലിൻ്റെ ലോ എടുത്തതുകൊണ്ട് ലോ എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോകളിലെല്ലാം പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് എ ലോ ആൻഡ് അഗെയിൻ എ ഹൈ ആൻഡ് അഗെയിൻ ഇവിടെ നോക്കി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് ആക്ഷൻ ഇവിടെ ഈ ക്യാൻഡിലിൻ്റെ ഹൈ പിന്നെ പോയിട്ടില്ല. സോ പ്രൈസിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, ഇവിടെ മുകളിലോട്ട് വന്നു, അതിനുശേഷം ഇവിടെ നിന്നു, പിന്നെ ഇത് അപ്പർ സൈഡിൽ തന്നെ ക്ലോസ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോ ഏതാണ്, ഇതാണ് ലോ. അതിനുശേഷം പ്രൈസിൻ്റെ ആക്ഷൻ വീണ്ടും അങ്ങോട്ട് വന്നു. സോ ഇതാണ് പ്രൈസിൻ്റെ ആക്ഷൻ, ഇവിടെ ഹൈയിലേക്ക് കയറി വന്നു. സോ നമ്മുടെ പുൾ ബാക്ക് ഏരിയയിലേക്ക് കയറി വന്നു, പ്രൈസ് വെൻഡ് ഡൗൺ അല്ലേ. സോ വാട്ട് ഈസ് എ സോങ്, ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് സോങ് എന്താണ്, ഈ ക്യാൻഡിൽസ് ആർ മാർക്ക്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് അല്ലേ. ഈ അപ്പർ ട്രെൻഡിലെ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ബോട്ടം ലെവലിൽ നമുക്കിവിടെ പുൾ ബാക്ക് ടൈപ്പ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഹൈ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു, ബിക്കോസ് ഇതൊരു പുൾ ബാക്ക് ആണ്. പുൾ ബാക്ക് ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഫോർ അസ് അല്ലേ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ലോ ആണ്. ഈ ലോ, സോ എ ട്രെൻഡ് ഈസ് ബീങ് മെയ്ഡ് അല്ലേ. ഇവിടെ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പുൾ ബാക്ക് ക്യാൻഡിൽ ആൻഡ് ഇറ്റ്സ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ഓക്കെ, നൗ a low is made and the high is taken. This high is taken and again price action എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, പ്രൈസ് is coming down to take the low അല്ലേ. ഈ low is taken, then it should run up to mitigate and come down. What should be mitigate here? So ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവം, ഇവിടെ മിറ്റിഗേഷൻ കിടക്കുന്നുണ്ടോ, കണ്ടോ ഒരു ഏരിയ കിടക്കുന്നത്, ഒരു പ്രൈസ് ആക്ഷൻ്റെ മിറ്റിഗേഷൻ. സോ ഈ ഫസ്റ്റ് ക്യാൻഡിലും ഈ സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ സ്പേസ് ദാറ്റ് ഇസ് കോൾഡ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ദാറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ പ്രൈസ് മിറ്റിഗേറ്റഡ് അല്ലേ. ഇവിടെ നോക്കി നമ്മൾ ഇവിടെ നോക്കി ഞാനിത് ഇച്ചിരി പൊക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ഈ പ്രൈസ് ആക്ഷൻ എന്താണ്, കൃത്യം ആ പോയിന്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തോ. സോ ഇങ്ങനത്തെ ഷഫിൾഡ് ആൻഡ് ഡീറെയിൽഡ് പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ നാച്ചുറലി വാട്ട് യു വിൽ ഫീൽ, നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇൻ ദിസ് ഏരിയ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിവിടെ ഈ കയറുന്ന സമയത്ത് ഓക്കെ നമ്മൾ ബ്ലൈൻഡ്ലി നമ്മളിവിടെ വന്നിട്ട് ഗ്യാംബ്ലിംഗ് സെറ്റപ്പിൽ നമ്മളിവിടെ എൻട്രി എടുക്കുന്നു. സോ ഇവിടെ എൻട്രി എടുക്കുന്നു, ബൈ ഓർ സെൽ, യുവർ സ്റ്റോപ്പ് ലോസ് ഈസ് ടേക്കൺ. ബൈ ആണെങ്കിൽ ഓക്കെ ഇവിടെ വന്നു ഇത് പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രൈസ് താഴെ വന്നു. സോ ഇവിടെ വന്ന് യുവർ സ്റ്റോപ്പ് ലോസ് ഈസ് ടേക്കൺ. നമ്മളിവിടെ ബൈ ചെയ്താൽ ഇവിടെ പെട്ടു. ഇനി അടുത്ത് നമ്മൾ ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് പോയി. നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ ആരും ആ സമയത്ത് സെല് ചെയ്യാൻ മെനക്കെടത്തില്ല, കാരണം എന്താ വെച്ചാൽ ഫുൾ ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ സെനേരിയോ എപ്പോഴും ബൈങ് തന്നെയായിരിക്കും. സോ എങ്ങനെ ബൈ ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി ടേക്കൺ. ഓക്കെ, സോ ദാറ്റ് പ്രൈസ് ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ് അല്ലേ. സോ പ്രൈസ് മാനിപ്പുലേഷൻ വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ദ സ്ട്രെങ്ത് ഈസ് ഗെറ്റിംഗ് ലോ അല്ലേ. പിന്നെ മാർക്കറ്റിൻ്റെ വഴിക്ക് പോയിക്കോളും, താഴോട്ട് പോയിക്കോളും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് പ്രൈസ് ആക്ഷൻ മാനിപ്പുലേഷൻ ഹാസ് ടു ബി കംപ്ലീറ്റഡ്. സോ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഏരിയയും കൂടെ കാണുമ്പോഴത്തേനും യു നോ ദാറ്റ് ദിസ് മൂവ്മെൻറ്റ് ഈസ് കമ്മിങ് ഫോർ എ മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് ആൻഡ് അവർ പുൾ ബാക്ക് ഈസ് ദിസ് വൺ. എഗെയിൻ നമ്മൾ നോക്കുന്നത് എന്താണ്, ഇതിൻ്റെ ഏരിയയിൽ നിന്ന് വരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മേ ബി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. എന്നിട്ട് പ്രൈസ് ഇൻ കേസ് ഒരു ടാപ്പും കൂടെ വരുവാണെങ്കിൽ നമ്മളൊരു ശകല നേരം വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരം ഇവിടെ ടാപ്പ് ചെയ്യട്ടെ, അതിനുശേഷം പോട്ടെ. ഈവൻ 1 minute ക്യാൻഡിൽ ക്ലോസ് അബൌവ് ദിസ് വൺ, അഗെയിൻ ക്ലോസ് ദ പൊസിഷൻ, ഫിനിഷ്, ടിൽ ദെൻ യു ക്യാൻ ഹോൾഡ് ദ പൊസിഷൻ അല്ലേ. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് മാനേജ് ചെയ്യുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് എത്ര പോയിന്റ് ഉണ്ട് മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡ് ചെയ്യാൻ, നമ്മളിവിടെ വെച്ച് കയറി എൻട്രി എടുത്തെന്ന് വിചാരിക്കുക, എത്ര പോയിന്റ് ഉണ്ട് ഇവിടെ, അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ വരുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റിലേക്ക് തന്നെ 95 points നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ താഴെ വന്നു, പിന്നെ മാർക്കറ്റ് പോയി. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ പോലും നമുക്കതൊരു ലൂസിങ് പൊസിഷൻ അല്ല. ഈവൻ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അത് ഡിഫറെൻറ്റ് സെനാരിയോ. എനിവേ നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് എൻട്രി സെനാരിയോസ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഏരിയയിൽ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് യു ടേക്ക് എൻ എൻട്രി, വെദർ ഇറ്റ് ഇസ് നമ്മളുടെ പ്രോസസ് തിങ്കിങ് ആൻഡ് തോട്ട് പ്രോസസ് വാട്ട് യു ആർ ഡൂയിങ് എക്സലൻറ്റ്, അതിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഒരു പ്രാവശ്യം പോകും, രണ്ടാമത്തെ പ്രാവശ്യം കിട്ടുന്നേ. അപ്പം അങ്ങനത്തെ ഏരിയയിൽ മാത്രം നമ്മൾ എൻട്രിയിൽ ജോയിൻ ചെയ്യുന്നു. സോ വാട്ട് വാസ് എ ട്രെൻഡ്, ഹൈലി ബുള്ളി സെറ്റപ്പ്, വാട്ട് ആർ യു ഡൂയിങ്, കൗണ്ടർ ട്രേഡിങ് അല്ലേ. സോ ഇതാണ് ദ ബ്യൂട്ടി ഓഫ് ദ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഇതിനകത്ത് 115ഓളം വീഡിയോസ്, ഇപ്പോൾ എത്ര വീഡിയോ, 117ഓളം വീഡിയോസ് നമ്മളിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 117 വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഈ ജനുവരിയിലെ ട്രേഡിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും ഒരു 2 ടൈമെങ്കിലും ഈവൻ ഒരു കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ടീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ യു ക്യാൻ സീ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. എന്നിട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായോ. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കേണ്ട കാര്യം. ഈവൻ വിത്ത് ദിസ് 117 ഇതിൽ നമുക്ക് ട്രേഡിംഗ് സെറ്റപ്പ്, യുവർ ട്രേഡിംഗ് മോഡൽ യു ക്യാൻ ഫ്രെയിം ഇറ്റ് ആൻഡ് ഫോം ഇറ്റ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ
ഉണ്ട്. അത് നമ്മൾ എഡ്യൂക്കേഷണൽ പാർട്ടായിട്ട് എന്തോരം പറഞ്ഞാലും തീരത്തില്ല. അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഞാൻ. ഈവൻ ദാറ്റ് ഈ നമ്മളുടെ ഈ ട്രേഡിംഗ് സെറ്റപ്പ് ഡീകോഡിംഗ് സീരീസ് 7 ആയതേ ഉള്ളൂ. ഈ ഡീകോഡിംഗ് സീരീസ് എന്ന് പറയുന്നത് ഐ ആം ഇൻട്രൊഡ്യൂസിംഗ് എ ട്രേഡിംഗ് സെറ്റപ്പ് ഫോർ യു. വൺസ് ദിസ് ഡീകോഡിംഗ് സീരീസ് ഈസ് കംപ്ലീറ്റഡ് യു ക്യാൻ കംപ്ലീറ്റ്ലി ഫ്രെയിം യുവർ ഓൺ സെറ്റപ്പ് ആൻഡ് യു ക്യാൻ ബിൽഡ് ഓൺ ദിസ്. ഇതേ ബിൽഡപ്പ് ചെയ്ത് പതുക്കെ കയറി പോയാൽ മതി, കാര്യം കഴിഞ്ഞു. വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ഒന്നും ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടുത്തെ എൻട്രിയിൽ നമുക്ക് ക്വാളിഫൈ ചെയ്തല്ലോ, ക്വാളിഫൈ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് ബാക്ക് ടു ദ സ്ട്രക്ചർ. അപ്പം ഇവിടെ ആ മിറ്റിഗേഷണൽ മൂവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു, നമുക്ക് എൻട്രി കിട്ടി. സോ നെക്സ്റ്റ് ഇനി വരുന്നത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇത് നമ്മൾ ഇവിടെ ഫുൾ ബാക്ക് ഇവിടുത്തെ എൻട്രി സെനാരിയോസ് കഴിഞ്ഞു. എൻട്രി സെനാരിയോസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുത്തത് എവിടെയാണ്? ഇവിടെ നിന്ന് നേരെ മാർക്കറ്റ് വീണ്ടും ഒരു ഹയർ അപ്പർ സൈഡിലേക്ക് വീണ്ടും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുള്ളിഷ് ഓർഡർ ഫ്ലോ ഈസ് റിപ്പീറ്റിംഗ് ഒക്കെ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ ഒരു കറക്ഷണൽ മൂവ് 50% നടന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് ആക്ഷൻ, ഷാബി പ്രൈസ് ആക്ഷൻ ആണ് അല്ലേ? ഒരു സൈഡ് വൈസ് ഇങ്ങനത്തെ മൊമെൻറ്റത്തിലാണ് പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പം അതിന് സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ, സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു. അതിനുശേഷം ഈ ഒരു ഹൈ വന്നു, വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല സ്പീഡിൽ പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു. പ്രൈസ് ആക്ഷൻ ഷുഡ് ബി എ കൺസിസ്റ്റൻറ്റ് നല്ല മൂവ്മെൻറ്റിനോട് കൂടി വേണം മാർക്കറ്റ് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതുപോലെ ഒരു ഷാബി പ്രൈസ് ആക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു ട്രേഡിംഗ് റേഞ്ച് അല്ല. ബിക്കോസ് നമ്മളിത് നോക്കുന്നത് ഇപ്പോൾ 50 മിനിറ്റ്സിലാണ്. 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ കുറേ കുഞ്ഞ് ക്യാൻഡിൽസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഏരിയ വരുമ്പോൾ മാത്രമേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി വന്നിരിക്കുന്ന സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ആ സ്ട്രക്ചറിൻ്റെ ഒരു 20% അപ്പ് ഓർ ഡൗൺ മൂവ്മെൻറ്റ് കാണിക്കണമല്ലോ. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുറേ അൺവാണ്ടഡ് അൺനെസസറി എൻട്രീസ് ഒഴിവായി പോവുകയും ചെയ്യും. ഇതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ വെയിറ്റ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ്. സോ നെക്സ്റ്റ് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചേക്കുന്നത്? മാർക്കറ്റ് ഫോൾ ചെയ്തു. ഇവിടുന്ന് മാർക്കറ്റ് പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. സോ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ഇൻ ദ സെൻസ് നമ്മളിവിടെ സ്ട്രക്ചറൽ സെറ്റപ്പിൽ നമ്മൾ എന്താണ് പറഞ്ഞു വെച്ചിരുന്നത്? എന്താണ് ഇവിടെ സ്ട്രക്ചറൽ മാർക്കറ്റ് ഫോൾ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേനും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതൊരു ലോകാവസാനം അല്ല എന്നുള്ള കാര്യം. എന്താണ്? പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വരട്ടെ, ഇവിടെ റെഡ് ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തോട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച ഏരിയ എന്ന് പറയുന്നത് ദിസ് വാസ് എ 50% ഏരിയ അല്ലേ? ദിസ് വാസ് എ 50% മിറ്റിഗേറ്റഡ് ഏരിയ. ഇത് ഈവൻ നമ്മൾ വിക്സ് ടു വിക്സ് മാത്രം കൺസിഡർ ചെയ്തുകയാണെങ്കിൽ പോലും 50% ബോട്ടം ലെവൽ ഇത് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ആദ്യമേ ഞാൻ പറഞ്ഞത് ഒരു വന്ന വഴിക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈന് ശേഷം ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഏരിയ ആയിരുന്നു, അത് മിറ്റിഗേറ്റ് ചെയ്തു. സോ ഇനി നമുക്കിവിടെ ആ സമയത്ത് നമ്മൾ ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല, ആദ്യമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ ഏരിയ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് ബോറടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇംബാലൻസ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സ്ട്രക്ചർ പ്രകാരം നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു എന്താണ് 50% ഈ ഹൈയും ഈ ലോയും കൂടെ നോക്കുമ്പോഴത്തേനും ഇവിടെ ഒരു 50% മിറ്റിഗേഷണൽ ഏരിയ വരണമായിരുന്നു അല്ലേ? ബിക്കോസ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. സോ ഇനി പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ആക്ഷനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ആദ്യമേ വരുന്ന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 50% ഏരിയ വിൽ ബി കവേർഡ് ഫസ്റ്റ് പോയിന്റ്. അതാണ് ഈ 50%. ബിക്കോസ് ഇത് ഒരു അൺമിറ്റിഗേറ്റഡ് ഏരിയ പ്ലസ് ഈ ഇംബാലൻസ് വിൽ ബി ഡിസ്റെസ്പെക്റ്റഡ്. അപ്പോൾ നമ്മളെപ്പോഴും അത് റെസ്പെക്ട് അതേ വന്ന് ടച്ച് ചെയ്തിട്ട് പോകുക എന്നുള്ളതല്ല നമ്മൾ വിചാരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ പോയിരിക്കും. അതാണ് അതിൻ്റെ സംഭവം. കാരണം ഇവിടെ രണ്ട് കോൺഫ്ലുവൻസിങ് ഏരിയ ഉണ്ട്. ദാറ്റ് മീൻസ് ദർ ആർ ലോട്ട് ഓഫ് പെൻഡിങ് ഓർഡേഴ്സ് ഹിയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കണ്ടു നോക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഈ ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? ബിക്കോസ് നമ്മളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വി ആർ ലിങ്കിങ് മൾട്ടിപ്പിൾ തോട്ട് പ്രോസസ് ഇൻ ടു എ സിംഗിൾ ട്രേഡിംഗ് സെറ്റപ്പ് അല്ലേ? ഒരു സ്മോൾ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമ്മൾ മൾട്ടിപ്പിൾ തോട്ട് പ്രോസസ്സ് കൊണ്ടുവന്നതിന് ശേഷം അവിടെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺഫ്ലുവൻസിങ് ഏരിയ അവിടെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ എൻട്രിക്ക് ഫോം ചെയ്യുന്നത് പോലും. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആണ്. അപ്പോൾ ഇത് ഇവിടെ ഇതൊരു ഹ്യൂജ് എന്താണ് ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നമ്മളെ സംബന്ധിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ വാട്ട് വാസ് എ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഹിയർ? ദിസ് വാസ് എ ക്യാൻഡിൽ അല്ലേ? ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇത് റെസ്പെക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അന്നേരം ഇവിടെ വരുമ്പോഴത്തേനും അഡീഷണൽ ആയിട്ട് രണ്ട് കോൺഫ്ലുവൻസസ് കിടക്കുന്നത് കൊണ്ടും ഇവിടെ ഈ ഒരു ഏരിയ അൺമിറ്റിഗേറ്റ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടും നമ്മളെ സംബന്ധിച്ച്
കൂടുതൽ പ്രോബബിലിറ്റിയാണ് ഈ ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു എൻട്രിക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളത്. അപ്പം എൻട്രിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഏരിയ ലെറ്റ് ഇറ്റ് ഗോ, ആദ്യമേ അത് ഫിൽ ഔട്ട് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം അവിടുത്തെ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത്. സോ ഇവിടെ മാർക്കറ്റ് വരുമ്പോൾ ഇവിടെയുള്ള ഈ ഇംബാലൻസിൻ്റെ ഏരിയ കിടക്കുന്നത് ഈ ലൈൻ വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് അല്ലേ. എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചറിൽ നോക്കുമ്പോൾ എവിടെയാണ് നമ്മൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുത്ത് നോക്കുന്നു. സോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ ഓർ 3 മിനിറ്റ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, 1 മിനിറ്റ് ആണെങ്കിൽ ബെറ്റർ. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും സോ നമ്മുടെ പ്രീവിയസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ ഇതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കുന്നത് നമുക്ക് ഈ ഏരിയ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളത് നമ്മൾ ഇപ്പുറത്ത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ ഈ പ്രീവിയസ് സ്ട്രക്ചറിൻ്റെ ഇത് പ്രകാരം ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഒരു മിറ്റിഗേഷനും ഒരു ഇംബാലൻസും പെൻഡിങ് ഉണ്ടായിരുന്നു. ഇനി അവിടെ എന്തെങ്കിലും പുൾ ബാക്കോ എന്തെങ്കിലും സെനാരിയോസും കൂടെ ഉണ്ടോ എന്ന് നോക്കുക. പുൾ ബാക്ക് സെനാരിയോയും കൂടെ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ പോസിബിലിറ്റി എന്താണ് പുൾ ബാക്ക്, പ്രൈസ് ഇങ്ങനെ ഗ്രീൻ കളർ, സോ പ്രൈസ് ഇങ്ങനെ ബ്ലൂ കളർ മുകളിലേക്ക് പോകുന്നു, പ്രൈസ് താഴേക്ക് വരുന്നു, പുൾ ബാക്ക്. അതിനുശേഷം ഇവിടെ ഈ ഏരിയയിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പിന്നെയും പോകുന്നു. ഇതാണല്ലോ നമ്മുടെ ബുള്ളി സെനാരിയോയിലുള്ള പുൾ ബാക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ പ്രൈസ് റിജക്ഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ. സോ ഈ പ്രീവിയസ് സ്ട്രക്ചറിൽ എന്താണ് നമ്മളുടെ പ്രീവിയസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇംബാലൻസിൻ്റെ ഏരിയയിൽ അവിടുത്തെ സ്ട്രക്ചറിൽ നമ്മളവിടെ വരുമ്പോൾ ഈ വാസ് ദർ എനി പുൾ ബാക്ക് ക്യാൻഡിൽസ് ദർ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ നാച്ചുറലി ആ പുൾ ബാക്ക് ഏരിയ കവർ ചെയ്ത് മാർക്കറ്റ് താഴെ വന്നിട്ട് മേളിലേക്ക് വീണ്ടും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് കയറി പോകുന്ന കാണാൻ പറ്റും. അപ്പം അതും കൂടെ നമ്മൾ നോക്കണം. സോ അതാണ് പറയുന്നത് മൾട്ടിപ്പിൾ ലെവലിൽ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. സോ പുൾ ബാക്ക് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പുൾ ബാക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പുൾ ബാക്ക് ആയിരിക്കണം, അല്ലാത്ത പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതെല്ലാം പുൾ ബാക്ക് ആയിട്ടാണ് എല്ലാവരും കൂട്ടുന്നത്. സോ മാർക്കറ്റ് ഇവിടെ വരുന്നു, താഴെ വരുന്നു, മുകളിലേക്ക് കയറുന്നു, ദിസ് ഈസ് എ പുൾ ബാക്ക്, അഗൈൻ ദിസ് ഈസ് എ പുൾ ബാക്ക്. സോ സ്വിംഗ് സ്ട്രക്ചർ എല്ലാം പുൾ ബാക്ക് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റിലുള്ള പുൾ ബാക്സ് മാത്രമേ ഇവിടെ വാലിഡ് ആവുള്ളൂ. ബിക്കോസ് നമ്മൾ എല്ലാ പുൾ ബാക്കാണെന്നും പറഞ്ഞുകൊണ്ട് പോയി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്യാൻഡിൽസും അതിനെപ്പറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ്സ് ഓഫ് നോ യൂസ്. നമ്മൾ വാല്യുവേഷനുമായിട്ട് മാർക്കറ്റിനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ലോജിക്കലി ഇറ്റ് ഈസ് റോങ്. സോ നമ്മൾ നോക്കുന്നത് എ ലോ വാസ് ക്രിയേറ്റഡ്, എഗെയിൻ ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് ആക്ഷൻ ഷാബിയായി, വീണ്ടും താഴെ എഗെയിൻ ഒരു ലോ ക്രിയേറ്റഡ് അല്ലേ. ആ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും പ്രൈസ് മേളിലേക്ക് കയറി വരുന്നു, ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ലോയുടെ ബോട്ടം പോയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് എ ലോ ഈസ് ക്രിയേറ്റഡ്, എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അതാണ് ബേസിക് ആയിട്ട്. എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ടേക്കൺ എന്ന് പറയുമ്പോൾ പ്രൈസ് ആക്ഷൻ കണ്ടിന്യൂസ്ലി ഡൗൺ താഴേക്ക് വന്നണം. ആൻഡ് എ ലോ ഈസ് ടേക്കൺ ആൻഡ് ഹൈ ഈസ് ടേക്കൺ എന്നാ പറയുന്നത്. അപ്പോൾ ഹൈ ടേക്കൺ ദെൻ കം ഡൗൺ ടു മിറ്റിഗേറ്റ് ആൻഡ് ഗോ അപ്പ്. ഇതാണ് സ്ട്രക്ചർ അല്ലേ. അപ്പം നമ്മളിവിടെ നോക്കുന്നത് എന്താണ്? ഇവിടെ നോക്കുന്നത് ഈ ഒരു സ്ട്രക്ചറിൽ പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ എ ലോ ഈസ് ക്രിയേറ്റഡ് അല്ലേ. എ ലോ ഈസ് ക്രിയേറ്റഡ് ദെൻ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് മേളിലേക്ക് വരുന്നു, മേളിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നു. സോ വിച്ച് ഈസ് അവർ ലോ നൗ? ഇതാണ് നമ്മുടെ ലോ അല്ലേ. ഈ ലോ അല്ല, സെക്കൻഡ് ലോ. ബിക്കോസ് ഈ പ്രൈസ് ഇതിൻ്റെ താഴെ പോയി. അപ്പോൾ ആ ലോയാണ് നമ്മുടെ ബേസ് ലോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ബേസ് ലോ വിൽ ബി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ലോയെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സോങ് പാടുന്നത്. അപ്പം ഇതിൽ സോങ്ങിലോട്ട് നോക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നത്? പ്രൈസ് മുകളിലേക്ക് വന്നു, ഇവിടെ ഒരു ഡിപ്പ് വന്നു, ഒരു പുൾ ബാക്ക് വന്നു, അതിനുശേഷം പ്രൈസ് ആക്ഷൻ നേരെ മുകളിലേക്ക് പോവുക അല്ലേ. മുകളിലേക്ക് പോയി പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ താഴേക്ക് വന്നു, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് ആക്ഷൻ താഴെ. പക്ഷേ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ വന്നില്ല അല്ലേ. നോ പ്രോബ്ലം, എല്ലാം ഗുഡ്. പിന്നെ അടുത്ത ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നു അല്ലേ. അപ്പം ഈ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഈസ് ക്രിയേറ്റഡ്. ഈ ലോയുടെ താഴെ ഇവിടെ പ്രൈസ് പോയായിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ലോയിലാണ് ബേസ് ചെയ്യുന്നത്, അടുത്ത ലോയ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ലോ. എ ലോ ഈസ് ക്രിയേറ്റഡ്. ഈ ലോയ്ക്കകത്തുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ലോയ്ക്കകത്ത് ഉള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിന് താഴെ പ്രൈസ് പോകാൻ പാടില്ല. അല്ലാതെ തന്നെ പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ്. ക്ലിയർ ആണല്ലോ ഇവിടം വരെ? എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദെൻ പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, എഗെയിൻ ഗോയിങ് അപ്പ്. ബട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്തോ ഇല്ല, എഗെയിൻ ഓക്കെ എന്തായാലും കാണിക്കട്ടെ. അവിടെ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, നമുക്ക് എൻട്രി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ താഴേക്ക് വരുന്നു, വീണ്ടും പ്രൈസ് വരുന്നു, ഈ ലോ ഈസ് ടേക്കൺ അല്ലേ. ദിസ് ലോ ഈസ് ടേക്കൺ ദെൻ ഇവിടെ പ്രൈസ് മുകളിലേക്ക് വരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. സോ ഇവിടെ ഒരു ഷാബി പ്രൈസ് ആക്ഷൻ വരുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളിവിടെ വൺസ് ഈ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ടേക്കൺ എന്ന് പറയുമ്പോഴത്തേനും ഈ ലോ ബ്രേക്ക് ചെയ്യുന്നതോടെ വരെയുള്ള പ്രൈസ് ആക്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷേ അതിന് ഇൻ ബിറ്റ്വീൻ പ്രൈസിൻ്റെ ആക്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വേറെ രീതിയിൽ വരുവാണ്. വീണ്ടും നമ്മുടെ ആക്ടിവിറ്റി സോങ് റിപ്പീറ്റഡ്ലി നിങ്ങൾ സിങ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഐ ഹോപ്പ് യു ഗോട്ട് ദ കീ പോയിന്റ്. റിപ്പീറ്റഡ്ലി സിങ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈസ് ആക്ഷൻ്റെ
ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോഴത്തേനും വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ അഗെയിൻ ലോ ഈസ് ടേക്കൺ അല്ലേ, ഇത് ഓൾറെഡി ലോ വാസ് ടേക്കൺ, പക്ഷേ വീണ്ടും ഒരു ഷാബി പ്രൈസ് ആക്ഷൻ വന്നു, താഴേക്ക് വന്നു, പിന്നെ ലോ ഈസ് ടേക്കൺ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ലോ ഈസ് ടേക്കൺ ക്യാൻഡിൽ. ഓക്കെ, നോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇതിൻ്റെ ഹൈ വിൽ ബി ടേക്കൺ. അപ്പോൾ ഇതിൻ്റെ ഹൈ പോയി എടുത്തു. അതിനുശേഷം പ്രൈസ് ആക്ഷൻ എവിടെയാണ് വരുന്നത്? ഹൈ ഈസ് ടേക്കൺ, ദെൻ ഇവിടെ താഴെ പ്രൈസ് ആക്ഷൻ ഈസ് കമ്മിങ് ഡൗൺ ടു മിറ്റിഗേറ്റ് അല്ലേ, പ്രൈസ് പിന്നെ താഴേക്ക് വരുവാണ് ഇവിടെ. അപ്പോൾ ദിസ് ഈസ് അവർ എൻട്രി പോയിന്റ്. ഈ ഒരു പ്രൈസ് ആക്ഷനിൽ ഇവിടെ നമ്മൾ എൻട്രിയിൽ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആക്ച്വൽ കൺസിഡറബിൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടം ലൈനിലായിരിക്കണം, ഇങ്ങനെയായിരിക്കണം. പക്ഷേ നമുക്ക് അത്രയും സ്റ്റോപ്പ് ലോസ് നമ്മൾ ബെയർ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അപ്പം ഇവിടെ വരുമ്പോഴത്തേന് എത്ര പോയിൻ്റായി? 28 പോയിന്റോളം വരും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇച്ചിരി ട്രിക്കി ആവുന്നു. എന്ത് ചെയ്യും? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് യു ഡു ദ ട്രേഡിംഗ് ഓൺ എ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്, വെരി കോൺക്രീറ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ വന്നിട്ട് ഇവിടെ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്ത് പതുക്കെ റിജക്ട് ചെയ്ത് മുകളിലേക്ക് കയറി ഒരു ഡീസൻറ്റ് പോർഷൻ ഒരു 10-15 പോയിന്റ് കയറി കഴിയുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ് സംതിങ് ഹിയർ അല്ലേ. ഇമീഡിയറ്റ്ലി നമ്മൾ ബൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നോക്കുന്നു, ഇത് നമ്മുടെ മനസ്സിൽ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി പ്രൈസ് ആക്ഷൻ ഇതിന് താഴെ പോവുകയാണെങ്കിൽ ക്ലോസ് ദ പൊസിഷൻ, ഒന്നും കിട്ടിയില്ലെന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ വെയിറ്റ്. പിന്നെ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു, ഒരു പ്രാവശ്യം നമുക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിടരുത്. ഒറ്റ പ്രാവശ്യം നമ്മൾ പ്രൈസ് ആക്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ വാട്ട് യു ഷുഡ് ഡു ഓൺ എ സിംഗിൾ ലോട്ട്, വൺ ലോട്ടിൽ നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ് ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ട്രേഡിംഗ് ഈസ് എ പ്രോസസ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി നമ്മൾ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കൂളായിട്ടുള്ള മൈൻഡോട് കൂടി ഇരുന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പ്രാന്ത് പിടിച്ചിരുന്ന് ട്രേഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രേഡിങ്ങിലേക്ക് നിങ്ങളെ നയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ഫീൽ ദ ജോയ് ഓഫ് ഫൈൻഡിങ് യുവർ ട്രേഡിംഗ് പ്രോസസ് വർക്കിംഗ് ഔട്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് പ്രോസസ്സ് ഒരു ഹാപ്പി മൈൻഡോട് കൂടി ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അത് വിൻ ചെയ്യുന്നതായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബിലീവ് ദാറ്റ് യുവർ സെറ്റപ്പ് ഈസ് റിയലി വർക്കിംഗ് ഔട്ട്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് പേഷ്യൻസ് അല്ലേ. ആ പേഷ്യൻസ് വരുന്നില്ലെങ്കിൽ യു ആർ എ ഗാംബ്ലർ ആൻഡ് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. അങ്ങനെ ഒരിക്കലും ഗാംബ്ലിങ്ങിലേക്ക് പോകരുത്. സോ ഇഫ് യു ആർ ഡൂയിങ് 10 ട്രേഡ്സ് എ ഡേ, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. എന്നിട്ട് നമ്മൾ ഒരു ട്രേഡിൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു എൻട്രി നിങ്ങളെ കിട്ടി സക്സസ്ഫുൾ ആയി, ഈവൻ മോണിറ്ററി ടേംസിൽ പോലും നമുക്ക് ബെനിഫിറ്റ് ഇല്ലെന്ന് വിചാരിച്ചു, ഈവൻ നിങ്ങൾ ചുമ്മാ മാർക്ക് ചെയ്യുക യുവർ എൻട്രി വാസ് ഹിയർ ബേസ്ഡ് ഓൺ ദ ലോജിക് ആൻഡ് യുവർ ടാർഗറ്റ് വാസ് ഹിയർ. എൻഡ് ഓഫ് ദ ഡേ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് മാത്രം നോക്കുക. ചുമ്മാതെ ഇവിടെ ഈ ഇതിട്ട് വരച്ചിടുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറാസ് ഞാൻ ഈ പറഞ്ഞ കോൺഫ്ലുവൻസിങ് ഏരിയ വെച്ചിട്ട് മാർക്കറ്റ് ഇന്ന ഏരിയയിൽ വരുമ്പോഴത്തേനും ഏതെല്ലാം ഏരിയയിലാണ് വരുന്നത്, അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് പാറ്റേൺസ് ഉണ്ടാക്കുമ്പോൾ വെദർ ദാറ്റ് സോങ് യു ക്യാൻ സിങ് ഹിയർ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ആ സോങ് ഈ സമയത്ത് ഇവിടെ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാട്ട് നമ്മളെ ഉന്നതങ്ങളിൽ എത്തിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ പാട്ട് ഫെയിലായി പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനത്തെ ഏരിയയിൽ നോക്കിയിട്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ക്വാളിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദ ജോയ് ഓഫ് ട്രേഡിങ്. വൺസ് ആ ജോയ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പം ഇതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും അപ്പോൾ അവിടെ നമുക്ക് എൻട്രി കിട്ടിയോ ഇല്ലയോ? സോ ദിസ് പ്രൈസ് ആക്ഷൻ, ഈവൻ ഇവിടെ കിടന്നുള്ള പ്രൈസ് ആക്ഷനിൽ പോലും യു ആർ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഒരു 50 points 60 points യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഓർ നോട്ട് കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ്, സിമ്പിൾ ടെക്നിക്സ്. അപ്പം ഇങ്ങനത്തെ സിമ്പിൾ ടെക്നിക്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു എത്രയോ 117 വീഡിയോ കിടപ്പുണ്ട്. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാതെ ഇറ്റ് വിൽ നോട്ട് ബി സിമ്പിൾ പ്രോസസ്. കണ്ടവരെ സംബന്ധിച്ച് വളരെ ഈസിയാണ് എന്തെല്ലാമാണ് കാര്യങ്ങൾ. ബിക്കോസ് നമ്മൾ ടാർഗറ്റ് ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. നമുക്ക് ട്രേഡിംഗ് പ്രോസസ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? എൻട്രി പ്രോസസ്സ് ഉണ്ട് 1, 2 അതിൻ്റെ ടാർഗറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, 2, 3 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, നമുക്ക് എങ്ങനെയും സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വിട്ടുകളയാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നടത്തിക്കൊണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ഇങ്ങനത്തെ ഏരിയയിലാണ് നമ്മൾ നോക്കുന്നത് ട്രേഡിങ് നമുക്കത് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. സോ എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ ദിവസവും ഡിഫറെൻറ്റ് സെനാരിയോസ് ആണ് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സം ഡേയ്സ് യു വിൽ ഗെറ്റ് എ ക്ലിയർ പ്രൈസ് ആക്ഷൻ, സം ഡേയ്സ് ഇറ്റ്സ് വെരി ഹാർഡ് പ്രൈസ് ആക്ഷൻ അല്ലേ. അപ്പോൾ ദർ ഈസ് നത്തിങ് കോൾഡ് ബാഡ് പ്രൈസ് ആക്ഷൻ ഓർ ഗുഡ് പ്രൈസ് ആക്ഷൻ. അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ അന്നേരത്തെ ആ ഇമോഷണൽ മാനേജ്മെൻറ്റ് അനുസരിച്ച് മാർക്കറ്റ് റീറ്റെയിലേഴ്സിൻ്റെ അതും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിങ്ങും എല്ലാം കൂടെ ഒരു മിങ്കിൾ ചെയ്തിട്ട് സെറ്റപ്പാണല്ലോ വരുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല ക്ലിയർ പ്രൈസ് ആക്ഷൻ കിട്ടും. ഒറ്റ ഷോട്ടിൽ തന്നെ നമുക്ക് യു ഗെറ്റ് എ കംപ്ലീറ്റ് ടാർഗറ്റ്, വെയിറ്റ് ചെയ്യുക പോലും വേണ്ട, അത്രയും സ്പീഡിൽ നമുക്ക് ചിലപ്പോൾ ടാർഗറ്റ് കിട്ടിയെന്നിരിക്കും. അപ്പം അങ്ങനത്തെയുള്ള ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കണം.
സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ എന്ത് പറ്റി, പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ലെവൽ ഓഫ് എൻട്രി നമുക്ക് ഇവിടെ ക്വാളിഫൈ ചെയ്ത് നമ്മൾ അതിനകത്ത് കിട്ടി. സോ ഇവിടുന്ന് പ്രൈസ് ആക്ഷൻ താഴെ വന്നപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബേസിക് ഇന്നത്തെ ക്ലാസ്സിന്റെ അടിസ്ഥാന തത്വം എന്തായിരുന്നു, ഇവിടുന്ന് പ്രൈസ് വരുമ്പോൾ മിറ്റിഗേഷണൽ മൂവ് ഓൺ 50% അറ്റ്ലീസ്റ്റ് ഇത് കവർ ചെയ്യപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞത്. സോ അതിനുശേഷം നെക്സ്റ്റ് ലെഗ് എവിടെ വന്നു, ഇവിടുന്ന് പ്രൈസ് താഴേക്ക് വരുന്നു. പ്രൈസ് താഴേക്ക് വരുമ്പം ഇവിടുന്ന് പ്രൈസ് ഇവിടെ വരെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. സോ ഇവിടുത്തെ മൂവ്മെന്റ് വെച്ചിട്ട് നമ്മൾ ഈ ഇത് വെച്ച് കഴിയുമ്പോഴത്തേന് ഈവൻ ഇതും മിറ്റിഗേറ്റ് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് ലെഗ് എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ നിന്ന് പ്രൈസ് വീണ്ടും താഴേക്ക് പോകാണല്ലോ. അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുന്നാണല്ലോ. ഇവിടുന്ന് പ്രൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് താഴോട്ട് വരുന്നു. ഇവിടെയാണ് നമ്മളുടെ മൂവ് എന്ന് പറയുന്നത്. സോ ഇവിടെ എത്രയുണ്ട്, 50% ഉണ്ട്. ഈ 50% ഏരിയ ഇവിടെ കവർ ചെയ്തോ മാർക്കറ്റ്? ഇല്ല. സോ ദിസ് വിൽ ബി ടേക്കൻ സൂൺ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാർക്കറ്റിന് റിവേഴ്സൽ അനുസരിച്ച് ഇത് കറക്ഷണൽ മൂവ് നടത്തിയിരിക്കും. സോ ഇങ്ങനെ ഒരു ബിഗ് ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ കാണുമ്പോൾ യു ഷുഡ് നോട്ട് വറി. You measure the length, whether it is 50% where it is, and what is your area of entry or what is your area of interest. ഇതാണ് നമ്മൾ ബേസിക്കലി നോക്കുന്ന കാര്യം. അപ്പോൾ അവിടുത്തെ 50% മൂവിൽ ഇവൻ വരുന്നില്ലെങ്കിൽ പോലും നമ്മളിവിടെ ബൈ സൈഡിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിൽ യു ആർ എവിടെയാണ്, നമ്മളിവിടെ ഒരു സ്ട്രോങ് ലോയുടെ സപ്പോർട്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാർക്കറ്റിന്റെ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്, വേറെ നമ്മളിവിടെ റോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആണ് ഇവിടുത്തെ നമ്മൾ എൻട്രി എടുത്തത്, ഈ ഒരു എൻട്രിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. So we are in the right side of entry for buying you, so you happily participated. Now here on the wrong side of entry, but you are getting multiple confluences, you also happily participate, but it's a എന്താ പറയുന്നത്, ഒരു ഷാബി പാർട്ടിസിപ്പേഷൻ ആണ്. ബിക്കോസ് നമ്മൾ എഗനിസ്റ്റ് കൗണ്ടർ ട്രേഡിംഗ് ആണ്. ബട്ട് നമുക്ക് വലിയ ടാർഗറ്റ് ഇല്ല. സോ ഇറ്റ്സ് എ സൈക്ലിക്കൽ ട്രെൻഡ് ഓർ എന്താ പറയുന്നത് ഇന്റർമീഡിയറ്റ് ട്രെൻഡിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും ദിസ് 50% കംപ്ലീറ്റ് മൂവ് ദിസ് വിൽ ബി മിറ്റിഗേറ്റഡ്. സോ പ്രൈസ് ആക്ഷൻ ഈസ് കമ്മിങ് അപ്പ് അഗെയിൻ. അപ്പം നമുക്ക് ഇവിടെ ഈ 50% ഇതിവിടെ നിൽക്കട്ടെ. അതിനുശേഷം പ്രൈസ് ആക്ഷൻ എന്ത് വന്നു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദിസ് പ്രൈസ് ആക്ഷൻ 50% ഈസ് എക്സാക്ട്ലി മിറ്റിഗേറ്റഡ്. സോ ഇവിടുത്തെ ഈ മൂവ്മെന്റിൽ ഇവിടെ എന്ത് സംഭവിച്ചു, ഈ മൂവ്മെന്റിൽ മിറ്റിഗേഷൻ ഈസ് കംപ്ലീറ്റ്, അല്ലേ? ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ആക്ഷൻ ഇവിടെ വരുമ്പോഴത്തേനും മിറ്റിഗേഷൻ ഈസ് കംപ്ലീറ്റ്. ഈ ഒരു മൂവ്മെന്റിലെ മിറ്റിഗേഷൻ 50% ഈസ് കംപ്ലീറ്റ്. ഇനി അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഈ ഒരു ലൈൻ ഓഫ് ഇതിൽ നിന്ന് നമ്മൾ നോക്കുന്നത് പ്രൈസ് ആക്ഷൻ ഇവിടം വരെ വന്നു, അല്ലേ? അവിടെ വരെ പ്രൈസ് ആക്ഷൻ വരുമ്പോഴത്തേനും നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഇവിടുന്ന് ഈ ലെഗിൽ നിന്ന് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ഈ ഒരു ഇവിടം വരെ മാർക്കറ്റ് വന്ന് ഹൈ വന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കും. അപ്പം ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ്റെ സബോർഡിനേറ്റിംഗ് പ്രൈസ് ആക്ഷൻ എവിടം വരെയും വരണം, 50% ഇവിടം വരെയും മിനിമം ഇവിടം വരെയും വരണം. ബിക്കോസ് ഈ ഒരു ലെങ്തിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടം വരെയും പ്രൈസ് ആക്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് കമ്മിങ് ഡൗൺ ആണ്, താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേനും നെക്സ്റ്റ് മൂവ്മെന്റിൽ ആ ഒരു പ്രൈസ് ആക്ഷൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴത്തന്നെ ഇവിടുത്തെ ഇതുണ്ട്, ആക്ടിവിറ്റി ഉണ്ടോ. സോ ഇത് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു. ദിസ് വാസ് ലൈക്ക് എ പുൾ ബാക്ക് ക്യാൻഡിൽ, അല്ലേ? ഇവിടെ ഒരു പുൾ ബാക്കിലല്ല ഞാൻ പറഞ്ഞത്, പ്രൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൈസ് മൂവ്മെന്റ് നടന്നു. അതിനുശേഷം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഉണ്ടോ, ഇവിടെ എത്ര ഇതിലാണ് പ്രൈസ് റിജക്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ. സോ ഇവിടെ ഒരു എത്ര പോയിന്റ് ഉണ്ട്, 79 പോയിന്റ് ഉണ്ട്. നമുക്ക് എന്നാലും എൻട്രി സെനാരിയോ അവിടെ ഇല്ല എങ്കിൽ പോലും ഓൺ എ ബിഗർ ടൈം ഫ്രെയിം നമുക്കിവിടെ 1 hourൽ എന്തെങ്കിലും പുൾ ബാക്ക് സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനെ ഡിസൈഡ് ചെയ്യുന്നത്, ഇവിടെ എൻട്രി സെനാരിയോ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ റെഡി ആയിട്ടിരിക്കുക. സോ സർട്ടൺ ഏരിയാസ് നമുക്കിവിടെ എന്തെല്ലാം കോൺഫ്ലുവൻസിങ് ഏരിയ ആണ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് പ്ലാൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. അപ്പം അതിനുശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു, പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ്ലി ഇറ്റ് കെയിം ഡൗൺ, അല്ലേ? ഇറ്റ് കെയിം ഡൗൺ ഇൻ ദ സെൻസ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഇവിടെ നിഫ്റ്റിയിൽ ആ സമയത്ത് ഇവിടെ പ്രൈസ് വാസ് ഓൺ ആൻ അപ് ട്രെൻഡ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു ഷാബി പ്രൈസ് ആക്ഷൻ ആയിപ്പോയി. സോ നിഫ്റ്റിയിൽ ഈ എക്സാക്ട് പോയിന്റിൽ ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ പൊസിഷൻ എടുത്ത് ക്ലിയർ ഓഫ് ചെയ്തത്. ഇവിടെ ഇതൊരു ആക്ച്വലി നിഫ്റ്റിക്കകത്തെ ഒരു പുൾ ബാക്ക് ക്യാൻഡിലായിരുന്നു. സോ അവിടെ അത് റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പം ഇതാണ് ഇതിനകത്ത്. അപ്പം നമ്മൾ നോക്കുന്നത് രണ്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും ബാങ്ക് നിഫ്റ്റിയുടെയും നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് മോർ ഓവർ റെസ്പെക്റ്റഡ് ആണ്, ബാങ്ക് നിഫ്റ്റിയുടെയും റെസ്പെക്റ്റഡ് ആണ്. അപ്പം നിഫ്റ്റി നമുക്ക് ചിലപ്പോൾ എയർലി സിഗ്നൽ തരും, മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. വേറെ നമുക്ക് ഇത് തന്നിരിക്കത്തില്ല. പക്ഷേ നിഫ്റ്റി അവിടെ പുൾ ബാക്ക് ക്യാൻഡിലിൻ്റെ ബോട്ടത്തിലാണ് അവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹയർ പോസിബിലിറ്റി ദാറ്റ് ഇതൊരു പുൾ ബാക്ക് അല്ല കേട്ടോ. അപ്പം നിഫ്റ്റിയിൽ അവിടെ ഒരു പുൾ ബാക്കിലാണ് അവിടെ ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്ക്. അപ്പം ഇവിടെ പ്രൈസ് ആക്ഷൻ വന്ന് നിഫ്റ്റിക്ക് ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം റിജക്ഷണൽ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക്. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പറയാം. ഇപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിവേ ഇന്നത്തെ മാർക്കറ്റ് ഡീകോഡിങ് പാർട്ട് 8 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരുടെയും കമൻറ്റ്സ് എല്ലാം ഒത്തിരിയധികം നന്ദി. പ്രീവിയസ് വീഡിയോയ്ക്ക് ഒത്തിരിയധികം നല്ല കമൻറ്റുകൾ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് എൻ്റെ എനർജി. ഇനി നമ്മൾ ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് 8 വരെ എത്തിയുള്ളൂ. എത്ര എണ്ണം വരെ എത്തുമെന്ന് അറിയത്തില്ല. ബിക്കോസ് ഒരു
മേ ബി ഒരു 3 4 5 വീഡിയോ കൂടെ കഴിയുന്നത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വന്നിട്ട് അതിൻ്റെ ട്രേഡിംഗ് മോഡലിൻ്റെ ഫൈനലി എങ്ങനെ നമ്മളതിനെ മാപ്പ് ചെയ്ത് പ്രോസസ്സ് മാപ്പ് ചെയ്ത് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് ഈ ഡീകോഡിംഗ് സീരീസ് നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ഈ ലെസൺസ് എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ലെസൺസ് തൊട്ട് എല്ലാ ലെസൺസും കണ്ട് വരുന്നവരെ സംബന്ധിച്ച് എൻഡ് ഓഫ് ജനുവരി ആകുമ്പോഴത്തേനും നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ നമ്മൾ ആദ്യത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് വരെയുള്ള വീഡിയോകളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, ഒരു 100-115 വീഡിയോ കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തൊരു ക്ലാരിറ്റിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ട്രേഡിംഗ് പ്രോസസ്സ് അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഗ്യാമ്പിളിംഗ് സെറ്റപ്പാണ്. മാർക്കറ്റിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ ഉത്തരവാദിത്തം. സോ ബി എ പ്രൊഫഷണൽ ട്രേഡർ. താങ്ക് യു വെരി മച്ച് ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.